ഹലോ എവ്രി വൺ. ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ചെറിയ ചെറിയ സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. ഐ എം സോ ഹാപ്പി വിത്ത് ഹൗ ദിസ് വീഡിയോ ടെൻഡ് ഔട്ട്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് ഏർലി ദിസ് മോർണിംഗ്. ഞാൻ അലാറം ഓഫ് ചെയ്തു. ഐ ടേൺഡ് ഓഫ് ദ അലാറം. സ്റ്റാർട്ടിങ് തന്നെ മാക്സിമം പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ഐ ടേൺഡ് ഓഫ് ദ അലാറം. നെക്സ്റ്റ് എന്താ ചെയ്യുക? ഞാൻ കിടക്കിൽ നിന്ന് എഴുന്നേറ്റു. ഐ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. ഐ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. നമ്മൾ എഴുന്നേറ്റതിന് ശേഷം കിടക്കൊക്കെ ഒന്ന് നേരെ ആക്കി വെക്കാറില്ലേ, ഒന്ന് ഒതുക്കി വെക്കാറില്ലേ? അതിന് ഐ മെയ്ഡ് മൈ ബെഡ് എന്നാണ് പറയുക. ഐ മെയ്ഡ് മൈ ബെഡ്. ഐ മെയ്ഡ് മൈ ബെഡ്. നെക്സ്റ്റ് ഞാൻ പോയി പല്ല് തേച്ചു. എങ്ങനെ പറയും? ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഞാൻ മുഖം കഴുകി. ഐ വാഷ്ഡ് മൈ ഫേസ്. ഞാൻ കുളിച്ചു. നമുക്കൊക്കെ അറിയുന്ന വേർഡ്സ് തന്നെ ആയിരിക്കും. അറിയുന്ന ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഐ ടുക്ക് എ ഷവർ. ഷവർ എന്ന് പറയില്ല കേട്ടോ, ഞാൻ മാക്സിമം പ്രൊണൗൺസിയേഷൻ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ മുടി ചെയ്യി. ഒന്ന് പറഞ്ഞു നോക്കൂ. ഐ കോംഡ് മൈ ഹെയർ. ഐ കോംഡ് മൈ ഹെയർ. ഞാൻ വസ്ത്രം ധരിച്ചു. ഭയങ്കര സിമ്പിളാണ്. ഐ ഗോട്ട് ഡ്രസ്സഡ്. ഞാൻ റെഡി ആയി എന്ന് പറയാൻ നമ്മൾ ഇതുപോലെ തന്നെ പറയുക. ഐ ഗോട്ട് റെഡി. ഞാൻ കണ്ണാടിയിൽ നോക്കി. ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. എന്നിട്ട് ഞാൻ എൻ്റെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി. മുറി വൃത്തിയാക്കി എന്ന് പറയാൻ ഐ ക്ലീൻഡ് മൈ റൂം. ഐ ക്ലീൻഡ് മൈ റൂം. ഞാൻ ജനൽ തുറന്നു. എങ്ങനെ പറയും? ഐ ഓപ്പൺഡ് ദ വിൻഡോ. പറഞ്ഞ് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക. ഐ ഓപ്പൺ ദ വിൻഡോ. ഐ ഓപ്പൺ ദ വിൻഡോ. പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കി. ഐ മെയ്ഡ്. ഞാൻ ഉണ്ടാക്കി. ഐ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. പറഞ്ഞു പഠിക്കുമ്പം ഐ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞു പഠിക്കുക കേട്ടോ. ഞാൻ ഈ ചാനലിൽ 2-3 മിനിറ്റിൻ്റെ പോഡ്കാസ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ടൈം കിട്ടുമ്പോൾ അത് റിപ്പീറ്റ് കേൾക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഇംഗ്ലീഷ് എന്തായാലും അത് ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയെന്ന് എങ്ങനെ പറയും? ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനത് കഴിച്ചു എന്നങ്ങനെ പറയും. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വാർത്ത കണ്ടു, ന്യൂസ് കണ്ടു. ഐ വാച്ച്ഡ് ദ ന്യൂസ്. ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി. ഞാൻ എൻ്റെ ഫോൺ നോക്കി. ഐ ചെക്ക്ഡ് മൈ ഫോൺ. എന്നിട്ട് ചില മെസ്സേജിനൊക്കെ ഞാൻ മറുപടി നൽകി. എങ്ങനെ പറയാ? ഐ റിപ്ലൈഡ് ടു സം മെസ്സേജസ്. ഐ റിപ്ലൈഡ് ടു സം മെസ്സേജസ്. ഞാൻ വാതിൽ പൂട്ടി. ഐ ലോക്ക്ഡ് ദ ഡോർ. ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഐ ലെഫ്റ്റ് ഹോം. ഐ ലെഫ്റ്റ് ഹോം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഐ വാക്ക്ഡ് ടു ദ ബസ് സ്റ്റോപ്പ്. ഐ വാക്ക്ഡ് ടു ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് വരാനായി കാത്തിരുന്നു. ഐ വെയിറ്റഡ് ഫോർ ദ ബസ്. ഞാൻ ജോലിക്ക് പോയി. ഐ വെൻറ്റ് ടു വർക്ക്. 2 T ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഐ വെൻറ്റ് ടു വർക്ക്. ഞാൻ എൻ്റെ ദിവസം ഒരു പുഞ്ചിരിയോടെ ആരംഭിച്ചു. ഞാൻ തുടങ്ങിയെന്നങ്ങനെ പറയും. ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വിത്ത് എ സ്മൈൽ. ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വിത്ത് എ സ്മൈൽ. ഹാവ് എ വണ്ടർഫുൾ ഡേ എന്ന് പറയല്ലേ. ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.